വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് റവ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടി തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.25 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ റവ ചേർക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇത് ഈ റവ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആവണ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തുകൊണ്ട് ഇത് ഈ റവയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് കറക്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഗോതമ്പ് പൊടി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുന്ന മുന്നായിട്ട് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂട് വേണം, എന്നാലും ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ കയ്യിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്തുമായിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇത് നല്ലൊരു സോഫ്റ്റായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കുഴച്ചൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഒട്ടും തോന്നുന്നില്ല ഇത് റവയാണെന്നുള്ളത്. നമ്മൾ ശരിക്കും പത്തിരിക്കൊക്കെ കുഴച്ച ആ ഒരു മാവി പോലെ ആയിരിക്കുള്ളൂ ഇത് റെഡി ആയിട്ട് കിട്ടുക. ഇനി നമുക്കിത് ഉരുളകളാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണ ആ രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പം ഞാനെടുത്ത 1.25 കപ്പ് റവയുടെ അളവിൽ നമുക്കൊരു 12 റൊട്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടി. അപ്പം ഞാനിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പം ഞാനിതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മര്യാദക്ക് പൊളച്ച് വരില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത റൊട്ടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഈ രീതിയിൽ ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ ആ ഒരു രീതി തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്താൽ മതി. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ ഇത് പൊളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് മെൽറ്റ് ചെയ്തതായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡിലേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ രീതിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കാണ്ട് നമുക്കിത് സെർവ് ചെയ്യാം. പക്ഷെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിവാക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള റൊട്ടിയെല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ചപ്പാത്തിയുടെയും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇറച്ചിക്കറിയുടെയും മുട്ടക്കറിയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്